ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्तो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम् श्रीगुरुभ्यो नमः। हरिः ओम्। ഓം നമോ നാരായണ. യജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ പരമഋഷിഭ്യോ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപഭവതി പ്രകരണം നവമ ബ്രാഹ്മണം ശാഖല്യ ബ്രാഹ്മണം ദശമമന്ത്രം. പൃഥിവീ ഏവ യസ്യ ആയതനം അഗ്നിർലോകഃ മനോ ജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ് യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യ ഏവ അയം ശാരീരഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാഖല്യ തസ്യഃ ദേവതാ ഇതി അമൃതം ഇതി ഹോവാച. ഏകാദശമന്ത്രം. കാമ ഏവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം സഹ വൈ വേദിതാ സ്യാദ് യാജ്ഞവൽക്യ വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം യം ആത്ഥ യ ഏവ അയം കാമമയഃ പുരുഷഃ സഹ ഏഷഃ വദ ഏവ ശാഖല്യ തസ്യ കാ ദേവതാ ഇതി ശ്രിയഃ ഇതി ഹോവാച. ശാഖല്യന്റെ ചോദ്യം തുടരുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവതകളെ കുറിച്ചുള്ള നിവിത്ത് സംഖ്യ എത്രയാണ് വേദത്തിൽ പരാമർശിക്കുന്നതെന്ന് ശാഖല്യൻ ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിനെല്ലാം വിസ്തരിച്ച് മറുപടി പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് പറയാം. അഷ്ടൗ വസവഃ ഏകാദശ രുദ്രാഃ ദ്വാദശ ആദിത്യാഃ ഇന്ദ്രശ്ച ഏവ പ്രജാപതിശ്ച. അല്ലേ? ഡെയിലി പറയാം, അപ്പോൾ പ്രാക്ടീസ് ആയിക്കോളും. അത്രയും പറഞ്ഞു. അതിനെല്ലാം ശേഷം യാജ്ഞവൽക്യ മഹർഷിയുടെ എന്താ പറയുക യുണീക്നെസ് നമുക്ക് കാണായിരുന്നു. 9ാമത്തെ മന്ത്രത്തിന്റെ അവസാനം പ്രാണ ഇതി സഹ ബ്രഹ്മ തത് ഇതി ആചക്ഷത്തെ. ഈ ദേവതകൾക്കൊക്കെ അവയുടെ ധർമ്മം ചെയ്യുവാനുള്ള ശക്തിയെ നൽകുന്ന പരമാത്മാവാകുന്നു. അതിനെ ഇവിടെ പ്രാണൻ എന്ന് വിളിച്ചു. അല്ലയോ ശകല്യ, അത് തന്നെയാണ് ബ്രഹ്മൻ. അല്ലെ? പരമാത്മാവിന്റെ പാർഷദന്മാരെന്ന് നമുക്ക് മനനം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പറയും. ദേവതകളും അവയുടെ ശക്തി സ്വന്തമായിട്ടൊന്നും ചെയ്യുവാനുള്ള കഴിവില്ല. അപ്പൊ ആരാണ് അതിനുള്ള ശക്തിയെ നൽകുന്നത്? ആ ഊർജ സ്രോതസ്സിനെ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദശമ മന്ത്രത്തിലെത്തി. ദശമ മന്ത്രത്തില് വീണ്ടും ശാഖല്യന്റെ ഗർവം നമ്മൾ അവിടെ കണ്ടു. ശാഖല്യൻ ചോദിച്ചു, അല്ലെ, എന്താണ് സർവ ജീവചരാചരങ്ങളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്നത് ആ ഈശ്വരനാണ് എന്ന് എനിക്കറിയാം, അങ്ങക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ യാജ്ഞവൽക്യ മഹർഷി അല്ലെ ധൈര്യത്തോടു കൂടി പറഞ്ഞു, അത് എനിക്കറിയാമല്ലോ ശാഖല്യൻ.
ആ ധൈര്യം എങ്ങനെയാണ് നമ്മൾ കണ്ടത്? സഹ ഏഷ വദയേവ ശാഖല്യ. നീ ഇനിയും 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 ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളൂ ശാഖല്യ. നമ്മളവിടെ ശാരീരഹ പുരുഷ എന്ന വാക്ക് കണ്ടില്ലേ? ഇവിടെ ബ്രഹ്മസൂത്രത്തിന്റെ മറ്റൊരു പേരാണ് ശാരീരക മീമാംസ. ജീവനെ കുറിച്ചുള്ള സർവ്വതും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം. നിങ്ങൾ ബ്രഹ്മസൂത്രം എന്ന് കേട്ടിട്ടുള്ളാവും. അത് കോമൺ ആയിട്ട് അതാണ് നെയിം. ഭഗവാൻ വേദവ്യാസ മഹർഷി മറ്റൊരു ഗൂഢ നാമവും കൂടെ നൽകിയിട്ടുണ്ട്. അതാണ് ശാരീരിക മീമാംസ. അത് തന്നെ ഇവിടെ അതിന്റെ അർത്ഥം നമ്മൾ ഇന്നലെ പഠിച്ചാൽ സർവ്വ ജീവചരാചരങ്ങളെയും അതിന്റെ ഉത്പത്തി, അതിന്റെ സ്ഥിതി, അതിന്റെ ലയം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥം. മീമാംസ എന്ന് വെച്ചാൽ പൂജിത വിചാരം എന്നാണ് അർത്ഥവേ. എന്ന് വെച്ചാൽ എലാബറേറ്റ് ഡിസ്കഷൻ. പിന്നെ സംസ്കൃതത്തിൽ പൂജിത വിചാരം എന്ന് പറയും. ഇവിടെ ആവശ്യമില്ല, പക്ഷെ ഈ ശാരീരക എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരു റെഫറൻസ് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശാരീരക മീമാംസ. ശാരീരക എന്ന് വെച്ചാൽ ജീവനെ കുറിച്ചുള്ള, മീമാംസ എന്ന് പറഞ്ഞാൽ പൂജിത വിചാരം, വിസ്താര ചർച്ച. അതാണ് എലാബറേറ്റ് ഡിസ്കഷൻ. അതാണ് പൂജിത വിചാരം. എന്ത് നല്ല വാക്കല്ലേ സംസ്കൃതം. പൂജിത വിചാരം. അത് ജീവന്റെ ഉത്പത്തി, അതിന്റെ സ്ഥിതി, അതിന്റെ നാശം, വീണ്ടും എങ്ങനെ ഉൽപ്പത്തി ഉണ്ടാകുന്നു, ഈ ചക്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ മോക്ഷത്തിലേക്ക് പോകാം എന്നുള്ള ആ ഒരു പ്രയാണമാണ് വേദവ്യാസ മഹർഷി അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു നാമവും കൂടെ ഉള്ളത്, ശാരീരക. ജീവശാസ്ത്രം നമുക്ക് എളുപ്പത്തിന് മനനം ചെയ്യാം. ജീവശാസ്ത്രം നീ ചോദിച്ചോളൂ. അപ്പൊ എന്ന് പറഞ്ഞു, അങ്ങ് പറഞ്ഞ ഈ ശാരീര പുരുഷൻ ഏത് ദേവതയാണ് ആശ്രയിച്ചിരിക്കുന്നത്? തസ്യകാ ദേവത. ദേവതാന്നേ ഉള്ളു ഇവിടെ. നമ്മൾ എന്താ അധ്യാഹാരം ചെയ്യണം? ദേവത ആശ്രയ ഇതി. തസ്യകാ ദേവത. പുരുഷന്റെ ദേവത ഏതെന്നാണ്? ദേവത ആശ്രയ. ആശ്രയിച്ചിരിക്കുന്നത്. അതായത് അങ്ങ് പറഞ്ഞല്ലോ, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞല്ലോ, പുരുഷൻ എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഈ പുരുഷൻ അങ്ങേക്ക് അറിയാമെങ്കിൽ, അറിയാവൂന്ന് എനിക്ക് മനസ്സിലാകണ്ടേ? ശാഖല്യം പറയാണ്, യജ്ഞവൽക്യ മഹർഷി അങ്ങേക്ക് അറിയാവുന്ന അങ്ങ് വാദിക്കുന്നു, പക്ഷെ എനിക്കറിയണ്ടേ അങ്ങേക്ക് അറിയാവുന്നു. അപ്പോൾ എങ്ങനെ ശാഖല്യൻ അത് പരീക്ഷിക്കുന്നത്? ആ പുരുഷനെ ഏത് ദേവതയാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്മള് അഷ്ടോ വസവഹ അല്ലേ? അഷ്ടവസുക്കൾ ആരെ ആശ്രയിച്ചിരിക്കുന്നത്? സ്ഥിതി പാലകനായ വിഷ്ണുവിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏകാദശ രുദ്രാഹ അല്ലെ? ഏകാദശ രുദ്രന്മാര് ലയകർത്താവായ രുദ്രനെയാണ് ആശ്രയിച്ചത്. അത് നമ്മൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഇത് ആരെ ആശ്രയിച്ചിരിക്കുന്നു? യജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അത് അമൃത സ്വരൂപനാണ്. ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്ന ഒരാള് വേറെ ആരെ ആശ്രയിക്കേണ്ടത്? അല്ലെ? എല്ലാത്തിനും അഭയം നൽകിയിരിക്കുന്നത്, എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എല്ലാറ്റിനെയും പരിപാലിക്കുന്നത്, അതിന് വേറൊരു ആശ്രയത്തിന്റെ, വേറൊരു പരിപാലകന്റെ സപ്പോർട്ട് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ അമൃത ഇതി. അത് ഈശ്വരൻ തന്നെയാകുന്നു. അമൃത സ്വരൂപനായ ഈശ്വരൻ മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ ഉത്തരത്തിൽ തൃപ്തനായി ശാഖല്യൻ. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ശാഖല്യൻ. കാമയേവ, ഏകാദശ മന്ത്രം, 11ാമത്തെ മന്ത്രം. കാമ ഏവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ. ഇത് ശാഖല്യന്റെ ഡയലോഗാണ്. വേണ്ടവര് അത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇത് ആരുടെ സംഭാഷണമാണെന്നേ നമുക്കറിയണ്ടേ. ഇത്രയും ശാഖല്യനാണ്. എവിടെ വരെയെന്ന് ഞാൻ പറയാവേ. യോ വൈ കാമയേവ യസ്യ ആയതനം ഹൃദയം ലോകഃ മനോ ജ്യോതിഃ യോ വൈ തം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം
സഹ വൈ വേദിത സ്യാത് യാജ്ഞവൽക്യം. അവിടെ വരെ ശാകല്യൻ ഒറ്റ സ്ട്രെസ്സിലൊക്കെ സംസാരിക്കുകയാണ്. അവിടെ വരെ പറയുകയാണ് യാജ്ഞവൽക്യ. അവിടെ വരെ പറഞ്ഞു. അത് കഴിഞ്ഞു ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ വരെ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇത് തൊട്ടു മുമ്പുള്ള ദശമ മന്ത്രത്തിൽ 10ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞതുപോലെ മറ്റു ഉദാഹരണങ്ങൾ പറയാണ്. കാമ ഏവ യസ്യ ആയതനം. കാമ ഏവ, കാമ വികാരഹ ഏവ എന്നാണ് അവിടെ. വികാരഹ എന്നുള്ള വാക്ക് അധ്യാഹാരം ചെയ്യണേ. കാമ വികാരഹ, കാമമയഹ, രണ്ടും ശരിയാണ്. മയത് പ്രത്യയം വികാരം എന്ന അർത്ഥമാണ്. മയത് എന്ന പ്രത്യയം സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം വികാരം എന്നാണ്. ദുഃഖവികാരം, സുഖവികാരം, കാമവികാരം, ക്രോധവികാരം, അതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഉദാഹരണം പറയുന്നത്? കാമ, സെക്ഷൽ ഡിസയർ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കാമം എന്ന വാക്കിന്. ആഗ്രഹം എന്നുള്ള അർത്ഥമല്ല. കാമ വികാരഃ ഏവ യസ്യ ആയതനം. അതായത് ഈ കാമവികാരത്തോടു കൂടിയ, ഉദാഹരണമാണ് ആ ശരീരത്തോടു കൂടിയ മനുഷ്യൻ. യസ്യ, യസ്യ മനുഷ്യഃ, മനുഷ്യന്റെ ഉദാഹരണം പറ. തൊട്ടു മുമ്പ് 10ാമത്തെ മന്ത്രത്തില് ഇത് പറഞ്ഞില്ലേ, പൃഥ്വിയുടെ ഉദാഹരണം, അഗ്നിയുടെ പറഞ്ഞിട്ട് ഇതിനൊക്കെ എന്താശ്രയം ചോദിച്ചില്ലേ? അതുപോലെ അടുത്ത ഉദാഹരണം ശാകല്യം പറയാണ്. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, ഒരു കാമവികാരത്തോടു ശരീരത്തോടു കൂടിയ മനുഷ്യനെ. യസ്യ മനുഷ്യഃ ആയതനം. ആയതനം എന്ന് വെച്ചാൽ ആശ്രയം. സർവ്വ ജീവചരാചരങ്ങൾക്കും ഉണ്ട്, പക്ഷെ ഇവിടെ മനുഷ്യനെയാണ് ഉദാഹരണമായി പറയുന്നത്. ആയതനം, അത് ചോദിക്കുകയാണ്, കാമവികാരത്തോട് ശരീരത്തോടു കൂടിയ മനുഷ്യൻ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഹൃദയം ലോകഃ, അവർക്ക് ഹൃദയം എന്നത് എന്താണ്? ലോകമാകുന്നു. ലോകം എന്ന് വെച്ചാൽ ദർശന വിഷയഃ. ലോകം എന്നതുകൊണ്ട് ഭൂഭുവ സുവ ലോകമല്ല. ഇവിടെ ലോകഃ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർശന വിഷയഃ. ദർശന വിഷയഃ. മനോജ്യോതിഃ, മനസ്സ് ജ്യോതി, പ്രകാശ സ്വരൂപമാകുന്നു. അതായത് മനസ്സിലല്ലേ നമുക്ക് കാമചിന്ത വരുന്നത്. അത് ഏതും ആയിക്കോട്ടെ. ഇവിടെ ഉദാഹരണം കാമവികാരം എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെ ഡിഗ്രേഡ് ചെയ്ത് കാണരുത്. ഏത് വികാരം ആയിക്കോട്ടെ, ശാകല്യൻ ഉദാഹരണമായിട്ട് ഈ വികാരത്തെ പറയുന്നു. അപ്പൊ ഇതിനെ എങ്ങനെയുണ്ടാകുന്നു? മനോജ്യോതി, മനസ്സിലാണ് ഇത് ജ്യോതി ഉദിക്കുന്നത് അല്ലെ? നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്, ആ ചിന്തകൾ വരുന്നത് മനസ്സിലാണ്. അപ്പൊ എന്നിട്ട് എന്താണ്, അവര് അതിനുള്ള ഉപായങ്ങൾ തേടും അല്ലെ? അത് ആ ഫസ്റ്റ് ചിന്ത, സങ്കല്പം, പിന്നെ സങ്കല്പം, പിന്നെ നമ്മളത് ആഗ്രഹമായി വളർത്തി പിന്നെ അത് പൂർത്തീകരിക്കുവാനുള്ള, അത് നേടിയെടുക്കുവാനുള്ള ഒട്ടപ്പാച്ചിലാണ് അല്ലെ? അതിന് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിനുള്ള, പിന്നെ കർമ്മം അല്ലെ? അപ്പൊ ആദ്യം സങ്കല്പം ഏതും ആയിക്കോട്ടെ, എനിക്കിപ്പോ 10 പവൻ സ്വർണം വേണം, അത് കാമവികാരമാണ് അല്ലെ? ആഗ്രഹമാണ്. അപ്പോൾ അതെന്ത്? ആ സങ്കല്പം ഉണ്ടായി. പിന്നെ അത് ആ ആഗ്രഹത്തെ ഞാൻ ഇങ്ങനെ താലോലിക്കും. എനിക്കത് നേടിയെടുക്കണം, ഞാനത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ? എൻ്റെ സൗന്ദര്യം കൂടും, എൻ്റെ മാറ്റ് കൂടും, ആളുകൾ എന്നെ നോക്കുന്ന ദൃഷ്ടി മാറും, എൻ്റെ ആദരവ് കൂടും അല്ലേ? ഇതൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് വരില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ആഗ്രഹം നമ്മളിങ്ങനെ താലോലിച്ച് പിന്നെ അതിനുള്ള പ്രവൃത്തി, അത് എങ്ങനെ എനിക്കത് നേടിയെടുക്കാം, പിന്നെ കർമ്മത്തിലേക്ക് പോകും. എന്ത് ചെയ്യും? കർമ്മം ചെയ്യണ ശരീരം വേണം. അപ്പൊ അതിനുള്ള നമ്മൾ പ്രയത്നം, ആ പ്രയത്നം ചെയ്ത് ആ ആഗ്രഹ സഫലീകരണം എത്തുന്നത് വരെ, അല്ലെ പൂർത്തീകരണം എത്തുന്നത് വരെ അതിനായിട്ടുള്ള പ്രവൃത്തി. ഇവിടെ അതിനെന്തൊക്കെ വേണം?
മനസ്സ് വേണം, ഹൃദയം, ശരീരം വേണം. ഹൃദയം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരം. ശരീരം ആവശ്യമാണ്. പിന്നെ എന്ത് വേണം? ആ വികാരത്തിന് ശരീരം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് നല്ല ഹെൽത്തി ആയ ശരീരം കൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രേരണ വേണം. അല്ല, എനിക്ക് ഇന്നത് നേടിയെടുക്കണം, അതിനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെ ഉദാഹരണമായിട്ട് കാമവികാരത്തെ പറയുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആഗ്രഹ പൂർത്തീകരണ വികാരങ്ങളൊക്കെ, ആഗ്രഹങ്ങളൊക്കെ നമുക്കിവിടെ മനനം ചെയ്യുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ശകലം പറയുകയാണ്, അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ, ഇപ്പം കാമവികാരത്തെ പൂർത്തീകരിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. മനസ്സ് വേണം, ശരീരം വേണം, ഇച്ഛ വേണം, പ്രയത്നം വേണം, ഇതൊക്കെ വേണം. അതൊക്കെ ചെയ്യണമെങ്കിൽ യാജ്ഞവൽക്യ മഹർഷിയെ ശകലം പറയുകയാണ്, യോവൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം. അപ്പൊ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ ആശ്രയമായി ഒരു ശക്തിയുണ്ട്. അതാണ് പറഞ്ഞ സർവസ്യാത്മ, തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെ 10ാമത്തെ മന്ത്രത്തിൽ. അതായത് ശരീരത്തിനും ഹൃദയത്തിനും മനസ്സിനും ആഗ്രഹങ്ങൾക്കും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ശക്തിക്കും എല്ലാം ആരാണ് പ്രേരക ശക്തിയായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നൽകുന്നത് ആരാണ്? പുരുഷം, പരമാത്മാവാകുന്നു എന്ന് എനിക്കറിയാം. അല്ലേ? ആരാണോ എല്ലാറ്റിനും പരമമായ ആശ്രയം പരമാത്മാവാണ് എന്ന് എനിക്കറിയാം. യാജ്ഞവൽക്യ മഹർഷി ശകല്യം പറയാണ്, അത് അങ്ങേക്കറിയാവോ? സഹ വൈ വേദിതാ സ്യാത് യാജ്ഞവൽക്യ. ഇത് അറിയുന്നയാള് വിദ്വാനാണ്. വേദിത, അറിയുന്നവൻ. ഇത് അറിയുന്നവൻ ആരാണ്? വിദ്വാനാകുന്നു. തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ എന്തായിരുന്നു? പൃഥിവിക്കും അഗ്നിക്കും എല്ലാറ്റിനും ആധാരം പരമാത്മാവാണെന്ന് എനിക്കറിയാം, അത് അങ്ങേക്കറിയാവോ? അത് അറിയുന്നവനാണ് വിദ്വാൻ എന്നാ ചോദിച്ചത്. ഇവിടെ അടുത്ത ഉദാഹരണം പറഞ്ഞു. ഇതിനെ ശരീരത്തിന് പ്രേരക ശക്തി, മനസ്സിനുള്ള പ്രേരക ശക്തി, എല്ലാറ്റിനും ആധാരം പരമാത്മാവാണെന്ന് എനിക്കറിയാം, അത് അറിയുന്നവനാണ് യാജ്ഞവൽക്യ വിദ്വാൻ. അത് അങ്ങേക്കറിയാവോ എന്നാണ് ചോദിക്കുന്നത്. സഹ വൈ വേദിത സ്യാത് യാജ്ഞവൽക്യ. അപ്പൊ യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. എന്താണ്? വേദവാ അഹം തം പുരുഷം സർവസ്യാത്മനഃ പരായണം എം ആർത്ഥ. അല്ല, തൊട്ട് മുമ്പത്തെ 10ാമത്തെ മന്ത്രത്തിലെ തന്നെയാണ്. യാജ്ഞവൽക്യ മഹർഷി ഡയലോഗ് ഒന്നും മാറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലേ? അദ്ദേഹം പറയുന്ന കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. എല്ലാറ്റിനും പരമമായ ആശ്രയം പുരുഷം, പരമാത്മാ, ഈശ്വരൻ അല്ലേ എന്ന് എനിക്കറിയാം. സർവസ്യാത്മനഃ പരായണം എം ആത്ഥ. അത് എനിക്കറിയാവല്ലോ ശകല്യ. അല്ലേ? കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, ഇന്നലെ നമ്മൾ കണ്ട ഡയലോഗ് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, എന്താണ് അടുത്തത്? യ ഏവ അയം കാമമയഃ പുരുഷഃ. തൊട്ട് മുമ്പ് എന്തായിരുന്നു? ശാരീരക പുരുഷഃ. അല്ലെ? എല്ലാ ജീവചരാചരങ്ങളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മ. ഇവിടെ കാമമയഃ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അപ്പം എല്ലാ ജീവചരാചരങ്ങളെ, ഇവിടെ ഉദാഹരണമായിട്ട് മനുഷ്യന്റെ പറഞ്ഞു, നമുക്ക് അധ്യാഹാരം ചെയ്യാം സർവ്വ ജീവചരാചര. അല്ലേ? അല്ല, കാമത്തിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ നമ്മളെല്ലാവരും? ജന്മം എന്നത് അതിന്റെ ബൈ പ്രോഡക്റ്റ് അല്ലേ? അല്ലേ? അതിൽ തർക്കമൊന്നും ഇല്ലല്ലോ ആർക്കും. അപ്പോൾ സർവ്വ ജീവചരാചരങ്ങളെ ഇവിടെ നമുക്ക് മനനം ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ ഉദാഹരണമായിട്ട് മനുഷ്യനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ ജീവചരാചരങ്ങളുടെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാകുന്നു. ആ പരമാത്മാവിനാലാണ് നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത്. ഇല്ല, നമ്മുടെ ജഡ ശരീരമാണ്, നമുക്ക് എങ്ങനെ ഒരാഗ്രഹവും ഉണ്ടാവില്ല, അല്ലെ ഒരു വികാരവും ഉണ്ടാവില്ല. അപ്പം ആ ചേതന തത്വം ഉള്ളത് കൊണ്ടാണ് ശകല്യ
ജീവചരാചരങ്ങൾക്ക് ആ സന്താനോൽപാദനം എന്ന പ്രക്രിയ നടത്തുവാൻ സാധിക്കുന്നത്. അല്ലെ, ഉപസ്ഥേന്ദ്രിയത്തിന്റെ ദേവത ആരാണ്? പ്രജാപതി. അല്ലെ, ഉപസ്ഥേന്ദ്രിയം കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്ന്. വാക്, പാണി, പാദ, പായു, ഉപസ്ഥ. അല്ലെ, ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങള്. അതിൽ ഒന്നാണ് ജനനേന്ദ്രിയം. ജനനേന്ദ്രിയത്തിന്റെ ദേവതയാണ് പ്രജാപതി. അപ്പൊ പ്രജാപതിയുടെ സാന്നിധ്യം കൊണ്ടാണ് സന്താനോൽപാദനം എന്ന പ്രക്രിയ നടത്താൻ സാധിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ കഴിവുകൊണ്ടല്ല. അപ്പൊ ആ ദേവതയ്ക്ക്, പ്രജാപതി എന്ന ദേവതയ്ക്ക് ആ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് പരമാത്മാവെന്ന ശക്തിയിനാലാണ്. അപ്പം നമ്മുടെ പുത്രനോ പുത്രിയോ ആരുടെ സ്വത്താണ്? അല്ലെ, ആരുടെ ഫലമാണ്? പരമാത്മാവ്. നമ്മുടെ പുത്രനോ പുത്രിയോ പോട്ടെ, നമ്മളും പുത്രനോ പുത്രിയോ അല്ലേ? ആരുടെയോ? അതാരുടെ ഫലമാണ്? പരമാത്മാവിനാലാണ്. നമ്മളുടെ സ്വന്തം എന്നുള്ള ആ ഒരു ഭാവത്തെ യാജ്ഞവൽക്യ മഹർഷി പൊളിച്ചടുക്കി തരികയാണ്. എൻ്റെ സ്വന്തമായ ഒന്നുമില്ല. ഞാൻ വിചാരിക്കും, അയ്യോ എൻ്റെ പുത്രൻ, അല്ലേ? ഇവിടെ ഉദാഹരണം പുത്രനോ, അല്ല ഞാൻ ആശ്രമം പറഞ്ഞു കേട്ടോ. എൻ്റെ ആശ്രമം ഒന്നുമില്ല. ഇവിടെ കാമമയം എന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ട് പുത്രനോ പുത്രിയോ പറയുന്നേ ഉള്ളൂ. എൻ്റെ പുത്രൻ എവിടെ? പ്രജാപതി എന്ന ദേവതയുടെ സാന്നിധ്യം കൊണ്ട് സന്താനോൽപാദനം സാധിച്ചു. ആ ദേവതയെ അവിടെ ഇരുത്തിയതാര? പരമാത്മ. അല്ല, അപ്പൊ ആരുടെയാണ് പുത്രനോ പുത്രിയോ? പരമാത്മാവിന്റെ, ഈശ്വരന്റെ സന്താനങ്ങളാണ് എന്ന് ഇവിടെ ഗൂഢാർത്ഥത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി ഈ ഉദാഹരണം. അല്ലെ, അപ്പൊ എന്തായിരിക്കും ഇവിടെ ഈ മന്ത്രത്തില് ഉദാഹരണത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ ഇല്ലാണ്ടാക്കുന്നത്? പുത്രേഷണാത്യാഗം. അല്ലെ, ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? അങ്ങനെ ചിന്തിക്കണം കേട്ടോ. പുത്രേഷണാത്യാഗം. 3 ഏഷണ നമ്മൾ പഠിച്ചാണല്ലോ അല്ലെ? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. അതില് പുത്രേഷണ ത്യാഗം അത് പഠിപ്പിച്ചു തരികയാണ് ഈ ഉദാഹരണം. അല്ലെ, കാമമയം എന്നുള്ള ഉദാഹരണം ഇവിടെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് കൊണ്ടുവന്നു? പോകാൻ എളുപ്പമല്ല. പുത്രേഷണ ത്യാഗം അല്ല, എത്ര പ്രത്യേകിച്ച് മാതൃഹൃദയങ്ങൾക്ക് അല്ല, എത്ര കുറ്റം ചെയ്താൽ ആണെങ്കിലും നമ്മൾ അതെല്ലാം മറക്കും. അല്ലെ, കാലം അതിനെയൊക്കെ ഡയലൂട്ട് ചെയ്ത് നമ്മൾ മറക്കും. വീണ്ടും നമുക്ക് എൻ്റെ പുത്രൻ സാരമില്ല, എൻ്റെ കുട്ടി അറിയില്ലാണ്ട് ചെയ്തല്ലേ, പിന്നെ വീണ്ടും നമുക്ക് ദുഃഖം ഉണ്ടാകും. ആ ദുഃഖം വീണ്ടും ആവർത്തിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചരയുവേദി അത് ഇല്ലാണ്ടാക്കാനായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഈ ഉദാഹരണം തന്നത്. അല്ലെ, ആ സഭാമധ്യത്തില് കാമമയം, കാമവികാരം എന്ന ഉദാഹരണത്തെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. വിദ്വസഭ അവിടെ നടക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് കൊണ്ടുവന്നു? എളുപ്പമല്ല പുത്രേഷണയെ ത്യജിക്കാൻ. അല്ലെ, അപ്പം ത്യാഗം എന്ന വാക്കിന്റെ അടുത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. കൈവല്യ ഉപനിഷത്ത്, ത്യാഗേനൈകേ അമൃതത്വമാണ്. അല്ലെ, ത്യാഗം കൊണ്ടേ എന്ന് വെച്ചാൽ, ത്യാഗം എന്ന് വെച്ചാൽ അയ്യോ ഞാൻ തണുപ്പത്ത് -10 ഇരിക്കുക, അതല്ല ത്യാഗം. അല്ലെ, എന്താണ്? മനസ്സുകൊണ്ട് ബന്ധനമില്ലാണ്ട് ജീവിക്കുക. ബന്ധം വേണം എല്ലാവരോടും, നമ്മൾ പഠിച്ചതാണ് അതല്ലേ വിവേക ചൂടാമണി. ബന്ധം വേണം എല്ലാവരോടും, പക്ഷെ ബന്ധനമില്ലാണ്ടിരിക്കുക, അതാണ് ത്യാഗം. അല്ലാണ്ട് നമ്മൾ ഡൊണേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡ് വെക്കുന്ന അതൊന്നും അല്ല ത്യാഗം. അല്ലെ, അപ്പം ഒന്ന് പുത്രേഷണ ത്യാഗം, ത്യാഗത്തിന്റെ അവിടെ ത്യാഗേനൈകേ അമൃതത്വമാണ്. ത്യാഗം കൊണ്ട് മാത്രമേ അമൃതത്വം, അവിടെ അമൃതത്വം വന്നു, മോക്ഷം. അല്ലെ, ഒരാൾക്ക് എങ്ങനെ മോക്ഷത്തിലേക്ക് വരാം? മനസ്സുകൊണ്ട് ഉപേക്ഷിക്കാൻ എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. നമ്മള് സാധാരണ മനുഷ്യരല്ലേ നമ്മൾ. പക്ഷെ അതുകൊണ്ടാണ്
നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് യാജ്ഞവൽക്യ മഹർഷി ഇത് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് പറഞ്ഞു, നമുക്ക് മടങ്ങി വരാം. യ ഏവ അയം കാമമയ പുരുഷ. അപ്പൊ ഇത് രണ്ടും എഴുതി വെക്കണേ. ഒരു കാര്യം കൂടി ഇത് കഴിഞ്ഞിട്ട് പറയാം. പുത്രേഷണ എഴുതി വെക്കണേ. യ ഏവ അയം കാമമയ പുരുഷ സഹ ഏഷഃ വദ ഏവ ശാകല്യ. യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, അത് എല്ലാ ശരീരത്തിലുമുള്ള പുരുഷൻ പരമാത്മാവാകുന്നു. പരമാത്മാവ് ഉള്ളതിൻ കൊണ്ടാണ് കാമമയനാകാൻ നമുക്ക് സാധിക്കുന്നത്, അല്ലേ? ആ ജനനേന്ദ്രിയം പ്രവർത്തിക്കണമെങ്കിൽ ശക്തി ഉണ്ടെങ്കിലേ സാധിക്കൂ. അതിലൂടെ സന്താനോൽപാദനം സാധിക്കൂ, അല്ലേ? അപ്പം ഇതെല്ലാത്തിനും പ്രേരക ശക്തി പരമാത്മാവാകുന്നു. പുരുഷ പരമാത്മഃ സഹ ഏഷഃ വദ ഏവ ശാകല്യ. അല്ലയോ ശാകല്യ, നീ ഇനി വധ വധ വധ, നീ എന്നെ വധിച്ചോളൂ, എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നീ ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പൊ ശാകല്യം പറയുകയാണ് അടുത്തത്. തസ്യകാ ദേവത ഇതി, അല്ലേ? അങ്ങ് പറഞ്ഞ യാഗമന്ത്രം 3 കൈവല്യ ഉപനിഷത്ത് 3-ാമത്തെ മന്ത്രം. എല്ലാവരും ചെക്ക് ചെയ്യുക നമ്പർ ശരിയാണോ എന്ന്. തസ്യകാ ദേവത ഇതി, അങ്ങ് പറഞ്ഞ ഈ ശാരീര പുരുഷൻ, അതായത് പരമാത്മാവിനാലാണ്. കാമമയ പുരുഷനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, പരമാത്മാവ് തന്നെയാണ് കാമമയ പുരുഷൻ എന്ന് വെച്ചാൽ കാമമെന്ന വികാരത്തെ നമുക്ക് സാധ്യമാക്കി തരുന്ന പ്രേരക ശക്തി, ചേതന ശക്തി, അല്ലേ? ജനനേന്ദ്രിയം പ്രവർത്തിച്ചില്ലേ എന്ത് ചെയ്യും, അല്ലേ? എല്ലാ ഇന്ദ്രിയവും പ്രാധാന്യമാണ്. നമ്മൾ അതിനെ ഒരു എന്താ പറയാ, ശൂദ്രഭാവത്തിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ടതല്ല. സർവ ഇന്ദ്രിയങ്ങളും പരമാത്മാവിന്റെ സൃഷ്ടിയിൽ ഒരു നാഡീ ഞരമ്പ്, അല്ലേ, പോലും പ്രാധാന്യമുള്ളതാണ്. അപ്പം അത് പ്രവർത്തിച്ചില്ലേ എന്ത് ചെയ്യും? അപ്പൊ അത് പ്രവർത്തിക്കാനുള്ള ദേവത ആരാകുന്നു? അപ്പൊ അതിന് പറയുകയാണ്, യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. സ്ത്രീയഃ ഇതി ഹോവാച, അത് സ്ത്രീ ആകുന്നു. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരന്റെ ഭാഷ്യത്തില് സ്ത്രീ അധ്യാഹാരം ചെയ്യുക പുരുഷഃ, സ്ത്രീ അധികം പുരുഷൻ, സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ, അല്ലേ? അത് ബന്ദറായിക്കോട്ടെ, കുരങ്ങായിക്കോട്ടെ, അല്ലേ? സ്ത്രീക്ക് സ്ത്രീ കുരങ്ങൻ ആരാണ്? പുരുഷൻ. പുരുഷന്റെ ആരാണ്? സ്ത്രീ. അതുപോലെ മനുഷ്യനും, കേട്ടോ. അല്ലാണ്ട് സ്ത്രീ എന്ന ലിംഗത്തെ ഇവിടെ അപവദിച്ച് പറയുകയല്ല. ഇവിടെ സ്ത്രീക്ക് പുരുഷൻ, അല്ലെ? ഇല്ലെങ്കിൽ എങ്ങനെ തലമുറ പാരമ്പര്യം നിലനിൽക്കും, അല്ലേ? സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. ഇതാണ് ദേവത. ദേവത എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരിൽ രണ്ടിലും പ്രജാപതി എന്ന ദേവതയുണ്ട്, അല്ലെ? സ്ത്രീയിലും, അല്ലെ, സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലും ആരുണ്ട്? പ്രജാപതി എന്ന ദേവത കുടികൊള്ളുന്നു. പ്രജാപതി ഇവിടെ എഴുതിയിട്ടില്ല, നമ്മൾ അധ്യാഹാരം ചെയ്തോണേ. സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലും ആര് കുടികൊള്ളുന്നു? പ്രജാപതി എന്ന ദേവത. അയ്യോ, നിങ്ങൾ സ്ത്രീയാണ്, പ്രജാപതിയായ ഞാൻ വരില്ല, അങ്ങനെയില്ല. സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലും പ്രജാപതിയാണ്, പുരുഷന്റെ ജനനേന്ദ്രിയത്തിലും പ്രജാപതി എന്ന ദേവത, അല്ലേ? അത് കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇവർക്ക് സന്താനോൽപാദനം സാധിക്കുന്നത്, അല്ലെ? കാമം എന്ന വികാരത്തെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നത്, അല്ലെ? അതിന്റെ പരമകാഷ്ഠയല്ലേ സന്താനോൽപാദനം. അപ്പൊ ആ പൂർത്തീകരണത്തിന് എങ്ങനെ സാധിക്കും? പ്രജാപതി എന്ന ദേവതയുടെ അനുഗ്രഹം കൊണ്ട്, ആ ദേവതയുടെ സഹായം കൊണ്ട്. പ്രജാപതിക്ക് എങ്ങനെ ആ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നു? പരമാത്മാവിനാൽ. ഇപ്പൊ ആരുടെയാണ് കുട്ടിയോള്? പരമാത്മാവിന്റെ. കാരണം ആ ഭാവം വന്നാൽ നമ്മൾ അവരെ ഈശ്വരനായി കാണും, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, അല്ലെ? ഈശ്വരന്റെ സന്താനം. ഈശ്വരൻ എത്ര കാലം വേണോ അവരെ അത്രയും കാലം ഭൂമിയിൽ നിർത്തും, വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഇതും കൈവല്യത്തിലുണ്ട്. സ്ത്രീയന്ന പാനാദി വിചിത്ര ഭോഗേഹി, അവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ത്രീ എന്താണ് ഭോഗം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ
അന്നം പാനം ഇതൊക്കെയാണ് ഭോഗം. ആഹാരം നിദ്ര മൈഥുനം അല്ല, ഇതാണ് ഭോഗം എന്ന് പഠിച്ചപ്പോൾ അവിടെയും നമ്മൾ പഠിച്ചു സ്ത്രീക്ക് ഭോഗം പുരുഷൻ, പുരുഷന് ഭോഗം സ്ത്രീ. അല്ലാണ്ട് പുരുഷന്മാർ മാത്രമല്ല മോശക്കാർ കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളാണ് ഭോഗത്തിന് പുറകെ. കഴിഞ്ഞ ദിവസം ആരോ വിളിച്ചു, കണ്ണൂരിൽ നിന്നൊരമ്മ വിളിച്ചേ, അറിഞ്ഞോടെ ഇത് പറയാമോന്ന്. അമ്മ വിളിച്ചാൽ പറയും ഇപ്പൊ കണ്ണൂര് മാത്രമല്ല കേട്ടോ, ആ അമ്മ അവിടുത്തെ നാട്ടിലെ കാര്യം പറഞ്ഞു. കണ്ണൂർക്കാർ മോശമായിട്ടല്ല, എല്ലായിടത്തും. അമ്മ വിളിച്ചാൽ പറയും ഇപ്പൊ അവിടുത്തെ ട്രെൻഡ് എന്താന്ന് വെച്ചാല് 2-3 കുട്ടികളായ അമ്മമാരാണ് ചെറുപ്പക്കാരുടെ കൂടെ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി പരിചയപ്പെടുന്ന ചെറുപ്പക്കാര് കുട്ടികളുടെ കൂടെ പോകുന്നുണ്ട്. ഭോഗം. അപ്പൊ അതുകൊണ്ട് സ്ത്രീയെ ഇവിടെ ഒരു മോശമായി നിങ്ങൾ ചിത്രീകരിക്കരുത്. സ്ത്രീ പുരുഷൻ. സ്ത്രീക്ക് ആ ഭോഗം തീർക്കണമെങ്കിൽ പുരുഷന്റെ സാന്നിധ്യം ആവശ്യമാണ്. പുരുഷനാണെങ്കിൽ സ്ത്രീ കൂടിയേ തീരും. അല്ലേ? നമുക്കത് വളരെ തർക്ക വിഷയമാണിത്. കാരണം ഇപ്പോൾ എന്താ പറയുക, പുതിയ പല ഇതും വരുന്നുണ്ട്. LGBTQ++ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിചിത്ര ഭോഗങ്ങൾ അല്ലേ. പക്ഷെ അത് അർജുനൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ജായതോ വർണ്ണസങ്കര. അതിപ്പോ നമുക്ക് കാണാം. പിന്നെ ഭഗവത്ഗീതയിൽ മറ്റൊരു ശ്ലോകവും നമുക്ക് ഇവിടെ ഉദ്ധരിക്കാം. ധ്യായതോ വിഷയാൻ പുംസ അംഗസ്തേഷോപജായ സഞ്ജായതേ കാമഹ. ആ കാമഹ ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കും ശ്ലോക നമ്പറൊക്കെ, ഭഗവത്ഗീത. ഓക്കെ, നാളെ മറ്റന്നാൾ അവധിയല്ലേ, ആ സമയത്ത് കണ്ടുപിടിച്ച്. ഓക്കെ, അപ്പം പറഞ്ഞു. ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. 12ാമത്തെ മന്ത്രം. 12 അല്ലേ, കണ്ടോ? ഇതൊന്ന് ഞാൻ വായിക്കും. ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 287 കുറിപ്പ്. സ്ത്രീ സംസർഗത്തിലുള്ള അഭിലാഷത്തെയാണ് കാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയിൽ നിന്നാണല്ലോ കാമത്തിന്റെ ദീപ്തി ഉണ്ടാകുന്നത്, അതായത് പൂർത്തീകരണം ഉണ്ടാകുന്നത്, സന്താനോൽപാദനം ഉണ്ടാകുന്നത്. അതിനാൽ സ്ത്രീയെ ദേവതയായി പറയുന്നു. ഇവിടെ സ്ത്രീയിൽ കുടികൊള്ളുന്ന പ്രജാപതിയെ ദേവതയായി, അല്ലാണ്ട് സ്ത്രീയുടെ ശരീരത്തെ സ്ത്രീ ദേവത ആ അർത്ഥമല്ല ഇവിടെ. സ്ത്രീ നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് സ്ത്രീ ദേവതയും മാതാവും എല്ലാം ആണ്. പക്ഷെ ഇവിടെ ദേവത എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് പ്രജാപതി എന്ന ദേവത സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ് സന്താനോൽപാദനം എന്ന ഭാഗ്യം സ്ത്രീക്ക്, ഒരു മാതാവാകുക എന്നുള്ള ഭാഗ്യം സ്ത്രീക്ക് കിട്ടിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. 12ാമത്തെ മന്ത്രം. രൂപാണി ഏവ യസ്യ ആയതനം ചക്ഷുർലോകഃ മനോജ്യോതിഃ യോ വൈതം പുരുഷം വിദ്യാത് സർവസ്യാത്മനഃ പരായണം. സഹ വൈ, സഹ വിസർഗമുണ്ട്, സഹ വൈ വേദിതാത് സ്യാത് യാജ്ഞവൽക്യാത്. വേദവാ അഹന്തം പുരുഷം സർവസ്യാത്മനഃ പരായണം. യം ആത്ഥ യഹ, യഹ വിസർഗം, യഹ ഏവ അസൗ, ഏവ അസൗ ആദിത്യേ, ഏവാസാവാദിത്യേ പുരുഷഃ. അങ്ങനെയാണ്, 3 വാക്കുകളാണത്. ഏവ അധികം അസൗ അധികം ആദിത്യേ എന്നാണ്. ഏവ അസൗ ആദിത്യേ പുരുഷഃ. സഹ ഏഷഃ വധ ഏവ ശകല്യ തസ്യ കാ ദേവത ഇതി.
സത്യമിതി ഹോവാച. സത്യം ഇതി ഹോവാച. നിങ്ങൾ ആ ടേബിള് വരച്ചിട്ടുണ്ടോ? വരച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി, എളുപ്പമാണ്. കണ്ടോ? പുരുഷൻ, ഞാനത് എഴുതിയിട്ടുണ്ട്. ഹിരണ്യഗർഭൻ, പരമാത്മാ, അല്ലെ, സൃഷ്ടികർത്ത, ശാരീര പുരുഷൻ, ആയതനം പൃഥിവി. ഉദാഹരണം പറഞ്ഞു, പൃഥിവിയെ പറഞ്ഞു. ലോകം അഗ്നി, മനസ്സ് ഇത് എല്ലാറ്റിനും മനസ്സാണ് ജ്യോതി. കാരണം എല്ലാ സങ്കല്പവും എവിടെ ആദ്യം ഉണ്ടാകുന്നു? മനസ്സിൽ. അതാണ് ഇവിടെ ജ്യോതി. പിന്നെ അതിൻ്റെ ദേവതകൾ പറഞ്ഞു. ഇപ്പൊ ഒന്നാമത്തെ കോളത്തിൽ എന്താണ് വരച്ചവർ നോക്കുക. ശാരീര പുരുഷൻ, പൃഥിവി, അഗ്നി, മനം, അമൃതം, അല്ലെ. ഇവിടെ അന്നം എന്ന് എഴുതിയിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ എഴുതിയെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. രണ്ടാമത്തത് കാമമയ പുരുഷൻ, കാമഹ, ഹൃദയം, മനസ്സ്, സ്ത്രീ പുരുഷൻ, അല്ലെ. അവിടെ ബ്രാക്കറ്റ് പ്രജാപതി എന്ന് എഴുതണേ. ഞാനത് എഴുതിയില്ല, മറന്നുപോയി, ക്ഷമിക്കുക. സ്ത്രീ, പുരുഷൻ, ബ്രാക്കറ്റിൽ പ്രജാപതി. അടുത്തത് ആദിത്യസ്യ പുരുഷൻ, രൂപം, ദർശനകരണം, ചക്ഷു, സത്യം. അതെന്തെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചില്ലേ, നമുക്ക് മനനം ചെയ്യാം. അപ്പം പുത്രേഷണയെ കുറിച്ച് 12ാമത്തെ മന്ത്രത്തിൽ പഠിച്ചു. ഇനി നമുക്ക് 2 ഏഷണകൾ ബാക്കിയുണ്ട്, അല്ലെ. ലോകേഷണ, വിത്തേഷണ. ഇതിവിടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞില്ല, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കണം. എവിടെയെന്ന് വെച്ചാൽ ശാഖല്യന്റെ ക്യാരക്ടർ സ്റ്റഡി നടത്തിയാൽ മതി. ശാഖല്യന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ശാഖല്യൻ എന്ന വ്യക്തി ലോകേഷണയുടെയും വിത്തേഷണയുടെയും എന്താ പറയുക മൂർത്തിമത് ഭാവമാണ്. അതിനെന്തായിരിക്കും കാരണം? ഗാർഗി അക്ഷരബ്രാഹ്മണത്തിൽ അവസാനം പറഞ്ഞതാണ്, എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയതാണ്. പണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. നിങ്ങൾ ആരാലും ഒരു കാലത്ത് വിജയിക്കാൻ പറ്റുന്ന, ശ്രദ്ധിക്കണേ, നിസ്സാരക്കാരെന്നല്ല യാജ്ഞവൽക്യ മഹർഷി. എല്ലാവരും ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകാതെ, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ബ്രഹ്മഹത്യാ പാപം ഉണ്ടാക്കാതെ, അല്ലെ. ഇത് എളുപ്പമല്ല കേട്ടോ. കാരണം നമ്മൾ ചെറിയ ഒരു നിമിഷം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാപത്തിനെ വലിച്ചു വരത്താം, അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ചത്ത പാമ്പൊന്നെടുത്തിട്ടവൻ മെയിലെ കൃഷ്ണരാമ. എങ്ങനെ ബ്രഹ്മഹത്യാഭാവം ഉണ്ടായെന്ന് പുരാണങ്ങളിൽ നമുക്ക് ഒരുപാട് കഥ അറിയാം. എന്തിനാ വെറുതെ ചത്ത പാമ്പിനെ മെയിലിട്ടത്, അല്ലെ. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ബ്രഹ്മഹത്യാപാപം, ഒരു നിമിഷം മതി ബ്രഹ്മഹത്യാപാപം. പക്ഷെ അത് മാറ്റണമെങ്കിൽ, പാപം ഉണ്ടാകാൻ ഒരു നിമിഷം മതി, പക്ഷെ ആ പാപത്തിൽ നിന്നും മുക്തനാകണമെങ്കിൽ അനേക ജന്മങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഗാർഗി അവിടെ എല്ലാവർക്കും വാണിഞ്ഞു കൊടുത്താണ്, ഞാൻ നമസ്കരിക്കുന്നു, എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ പിന്മാറുകയാണ്. നിങ്ങളും, അല്ലേ, അസ്മാകം യുഷ്മാകം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അക്ഷരബ്രാഹ്മണത്തിൽ അവസാനം ഞാൻ നമസ്കരിക്കുന്നു, യുഷ്മാകം നിങ്ങളും നമസ്കരിച്ചോളൂ, വേണ്ടാണ്ട് വയ്യാകലിക്ക് പോലെ ജന്മങ്ങൾ പിന്നെ അതിനു വേണ്ടി തപസ് ചെയ്യേണ്ട വരും. മുന്നറിയിപ്പ് കൊടുത്ത അവരെ. അതുകൊണ്ട് ബാക്കി എല്ലാവരും വേണ്ടാണ്ട് കുത്തിരുന്നില്ലേ. പക്ഷെ ശാഖല്യൻ അത് കേൾക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? ഇതാണ് കാരണം. ഒന്ന്, ലോകേഷണ. കാരണം ജനക മഹാരാജാവിന്റെ ജനകസഭയില്, വിദ്വസഭയില് നൂറുകണക്കിന് വിദ്വാൻമാരിയ്ക്കുന്നതിൽ ഞാനായിരിക്കണം പണ്ഡിതൻ. ഇവരെല്ലാരും മാറി. അശ്വലൻ മുതല്, അല്ലെ, ആർത്തഭാഗൻ, ഉഷസ്തൻ, ബുജ്ജു, കഹോലൻ, ഗാർഗി, ഇത്രയും ഭാരം തോറ്റുപോയി. അപ്പം ഞാൻ തോൽക്കാതെ പിടിച്ചു നിൽക്കണം. കാരണം എന്നെ ലോകം പണ്ഡിതനായി അംഗീകരിക്കണം, ഞാനായിരിക്കണം ശ്രേഷ്ഠൻ എന്ന ലോകത്തിന്റെ, ലോകേഷണം എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തിന്റെ അംഗീകാരം
എപ്പോഴും ഞാൻ ഉണ്ടെങ്കിലും ഞാൻ ഈ ലോകത്ത് നിന്ന് അല്ലെ ശരീരം ഉപേക്ഷിച്ച് പോയാലും 100 വർഷം കഴിഞ്ഞാലും എൻ്റെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കണം, എല്ലാവരും ചരിത്ര പുസ്തകത്തിൽ പഠിക്കണം. അതാണ് ലോകേഷണം അല്ലേ. അപ്പോൾ അത് ശാകല്യനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മവാദിനിയായ മൈത്രേയിയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് കാരണം? ഒന്നാമത്തെ കാരണം ലോകേഷണം, രണ്ടാമത്തെ കാരണം വിത്തേഷണം. കാരണം ജനക മഹാരാജാവ് ആർക്കും നൽകാത്തത്ര വാഗ്ദാനങ്ങളാണ്. ആർക്കും എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു, കാശ്യോവ വൈദേഹോവ ഇത്യാദി ഉദാഹരണം. അതായത് കാശി രാജാവിനേക്കാളും മറ്റുള്ള ആ കാലഘട്ടത്തിൽ ത്രേതായുഗത്തിലെ ഏറ്റവും സമ്പന്നനായ രാജാവായിരുന്നു ജനക മഹാരാജ. അതുമാത്രമല്ല ഏറ്റവും ദാനശീലനുമായിരുന്നു ജനക മഹാരാജാവ്. അതുകൊണ്ടാണ് വിദ്വാൻമാർക്ക്, വിജയിക്കുന്നവർക്ക് ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകും. അതുമാത്രമല്ല പശുക്കളുടെയൊക്കെ കുളമ്പിലും കാലിലും ഒക്കെ സ്വർണ്ണ നാണയങ്ങൾ പതിപ്പിച്ചു. വെറുതെ പീതോദക ജഗ്ദൃണ ദുഃഖദോഹ നിരീന്ദ്രിയ അങ്ങനത്തെ പശുക്കളെ അല്ല കൊടുത്തത്. നമ്മൾ കഠോപനിഷത്തിൽ കണ്ട കറവ പറ്റിയ പശുക്കളെ അല്ല കൊടുത്തത്. പശുക്കളും നല്ല ഉഷാറുള്ള പശുക്കള്, അതുമാത്രമല്ല അതില് മൂല്യമുള്ളത് അല്ലേ. അപ്പം അത് എനിക്ക് വേണമെന്നുള്ള അമിതമായ അടങ്ങാത്ത ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ശാകല്യന്. അപ്പം ഇവിടെ നമ്മൾ മനനം ചെയ്യുമ്പോൾ 11ാമത്തെ മന്ത്രത്തിൽ നമ്മൾ പുത്രേഷണയുടെ ഉദാഹരണം കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനോടൊപ്പം ശാകല്യന്റെ സ്വഭാവവും കൂടെ അവിടെ മനസ്സിലാക്കണം. വിത്തേഷണ ലോകേഷണ. അപ്പം ഏഷണാത്രയം യാജ്ഞവൽക്യ മഹർഷി, ഇതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ സ്വഭാവം അല്ലെങ്കിൽ ശീലം നമുക്കിപ്പം മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ അതിനോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. അദ്ദേഹം എല്ലാം ഗൂഢാർത്ഥത്തിലേ പറയുകയുള്ളൂ. അതുകൊണ്ട് ഒന്നും ഡയറക്റ്റായിട്ട് പറഞ്ഞു തരില്ല, എല്ലാത്തിനും ഗൂഢാർത്ഥം. അപ്പൊ നമ്മളത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും വായിച്ചെടുത്തോണം. എന്തൊക്കെയാണ്? പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ. പുത്രേഷണ എന്നത് ഉദാഹരണം, ലോകേഷണയും വിത്തേഷണവും ശാകല്യന്റെ സ്വഭാവത്തിലെ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏഷണാത്രയ ത്യാഗം. ഓം നമോ നാരായണ. നാളെ ഇല്ല, തിങ്കളാഴ്ച കാണാം. മുണ്ഡകോപനിഷത്ത് അടുത്ത ആഴ്ച കൊണ്ട് നമ്മുടെ പാരായണം തീരും. ഒരു 10 ആളെ കാണുകയുള്ളൂ. അപ്പോൾ അവരുടെ ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ട്, ദയവായി പറയുക. ചിലപ്പോൾ പേര് ആദ്യം ഇട്ടിട്ടുണ്ടായിരിക്കും, അപ്പൊ അവർ അന്ന് ആബ്സെന്റ് ആയിട്ടുണ്ട്, പിന്നീട് പേര് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പാരായണം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, നമോ നാരായണ അറിയിക്കുക. നമുക്ക് അഹോഭാഗ്യം യാജ്ഞവൽക്യ മഹർഷിയെ പോലെ ഒരു ഗുരുവിനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അവധിയുള്ള ദിവസങ്ങളിലും ക്ലാസ് ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ നമസ്കരിക്കുക. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.